ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ് തയ്യാറാക്കുന്നത്. എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പം അതിനെ ഒരു കടായി വെച്ചിട്ടുണ്ട്. കടായി ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് സബോള ചേർത്ത് കൊടുക്കാം. ഒരു 3 വലിയ സബോള എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സബോള ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സബോള പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടാനായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ സബോള പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടും. ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സബോളയുടെ കളറെല്ലാം മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സബോള നന്നായി വഴറ്റി കിട്ടിയാലാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ സബോളയുടെ കളറെല്ലാം മാറി വരുന്നുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു സ്പൂൺ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇഞ്ചിക്കും വെളുത്തുള്ളിക്കും ഒരു പച്ചച്ചുവ ഉണ്ടാവും. അത് മാറുന്നത് വരെ ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ്, ഒരു വെറൈറ്റി മുട്ടക്കറിയാണ്. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള മുട്ടക്കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ല എന്നൊന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ അതാ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചച്ചുവ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ പച്ചമുളക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. ഒരു 3 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അധികം വലിപ്പമില്ലാത്ത 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നേരമില്ലാത്ത ടൈമിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ട് ഉള്ള ഒരു കറിയാണ്. 10 മിനിറ്റ് മതി ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അതാ തക്കാളി എല്ലാം നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി മസാലകൾ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന 1 സ്പൂൺ മല്ലിപ്പൊടിയാണ്. അപ്പോൾ പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് അതിൻ്റെ ഒരു പച്ച ചുവ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ എരിവും ഉണ്ടാവില്ല, നല്ല കറിക്ക് നല്ലൊരു കളറും കിട്ടും. പൊടികൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ്. അപ്പോൾ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക, സ്കിപ്പ് ചെയ്യരുത്. നല്ലൊരു ടേസ്റ്റാണ് ഈ കറിക്ക് കിട്ടുന്നത്. ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി ഞാൻ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പ് വെള്ളമാണ്. വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് ഉപ്പിൻ്റെ കുറവോ എരിവിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയിട്ട് ഉപ്പിൻ്റെ ഉള്ളത് കാരണം കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് നമ്മളിവിടെ ഒരു 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്കൊന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉപ്പാണ്. അതിനുശേഷം ഒരു പിഞ്ച് മുളകും പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വേറൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാണ്. അപ്പോൾ നമ്മൾ ബോയിൽ ചെയ്തിട്ടൊക്കെ എഗ്ഗ് മുട്ടക്കറി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ അതാ നന്നായിട്ട് ഞാൻ ഉപ്പും മുളക് പൊടിയും ചേർത്തതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു തവയാണ് വെച്ചിട്ടുള്ളത്. തവ ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ബ്രഷ് വെച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ചട്ടി നന്നായി ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച എഗ്ഗ് ഒഴിച്ച് കൊടുക്കണം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം.
ഇനി ഒരു സൈഡ് ഫ്രൈ ആയി കിട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറ്റേ സൈഡും കൂടി ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ടൈം ഉണ്ടാവില്ല നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ അതാ ഒരു സൈഡൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതാ 2 സൈഡും ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ചെറിയ ചൂടുണ്ട്. അപ്പോൾ ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ദാ ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ദാ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കറി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നല്ല തക്കാളിയും സബോളയൊക്കെ നന്നായി വെന്തുടഞ്ഞ് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ച എഗ്ഗ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു കറി തയ്യാറാക്കാനായിട്ട് നമുക്ക് ഒരുപാട് എഗ്ഗിൻ്റെ ആവശ്യമൊന്നുമില്ല. 2 എഗ്ഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ 3 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ എഗ്ഗ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല കുറുകിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ലാസ്റ്റ് അതിൻ്റെ മുകളിലൂടെ ഞാൻ കുറച്ച് മല്ലിയിലൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ എഗ്ഗ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം. കുറച്ച് ചേരുവകൾ മാത്രം മതി തയ്യാറാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ കാണാം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.